ജൂലൈ 16 കർണാടകയിലെ ഷിരൂരിൽ ഭീമാകാരമായ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചതും മലയാളിയായ അർജുൻ മണ്ണിനടിയിൽപ്പെട്ടതും. കുറേ നാളുകൾ കേരളം അർജുനു വേണ്ടി കാത്തിരുന്നു. എല്ലാവരും അർജുനെക്കുറിച്ച് തന്നെ പറഞ്ഞു. പിന്നീട് പതുക്കെ പതുക്കെ എല്ലാവരും ആ മരണം മനസ്സുകൊണ്ട് ശരിവെച്ചു. അവരവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മളൊക്കെയും മടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഫ് എന്ന മനുഷ്യൻ വാർത്തകളിൽ നിറയുന്നത്. അർജുനു വേണ്ടി ഇനിയും മണ്ണിനടിയിൽ തിരയണമെന്ന് അയാൾ ആവശ്യപ്പെടുമ്പോൾ ഇനി എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനാഫിൻ്റെ ഉദ്ദേശ്യം ചോദ്യം ചെയ്യപ്പെട്ടു. അയാൾക്ക് നിഗൂഢമായ ചില താല്പര്യങ്ങളുണ്ട് എന്ന് ചിലർക്കൊക്കെ തോന്നുകയും അവരത് ഉറക്കെ പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ ശരിയില്ല എന്ന് നമ്മിൽ പലർക്കും തോന്നുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 72 ദിവസങ്ങൾക്ക് ശേഷം ആ ലോറിയും അർജുൻ്റെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തുമ്പോൾ മനാഫ് അസാധാരണമായ പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വാക്കുപാലിക്കലിൻ്റെയും ഒക്കെ ഒരാൾ രൂപം പോലെ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. മനാഫിൻ്റെ ഉദ്ദേശ്യം അന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാം ആരും അയാളെ വിലക്കുകയോ സംശയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഏതൊരു പ്രവൃത്തിയുടെയും ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് അതിന് പിന്നിലെ ഉദ്ദേശ്യമാണല്ലോ. ഉദ്ദേശ്യമാണ് ഏതൊരു പ്രവൃത്തിയെയും നീതീകരിക്കുന്നത്. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്ന യേശു മൊഴി ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിക്കുള്ള നീതീകരണമായി മാറുന്നത് സുവിശേഷത്തിൽ വായിക്കാൻ കഴിയും. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്. യേശു പ്രത്യേകം തിരഞ്ഞെടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണല്ലോ അപ്പോസ്തലന്മാർ. യേശുവിൻ്റെ പ്രവൃത്തികളുടെ ഉദ്ദേശ്യം കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ടുള്ളതും അവർക്ക് തന്നെയാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ പിശാചു ബാധിതരെ സുഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവർ അസ്വസ്ഥരായി. കാരണം യേശുവിൽ നിന്ന് അധികാരമോ പരിശീലനമോ ലഭിക്കാതെയാണ് അയാൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തതിന് അപ്പോസ്തലന്മാർ അയാളെ ശാസിക്കുകയും അത് ചെയ്യുന്നതിൽ നിന്ന് അയാളെ വിലക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് അവർ യേശുവിനോട് പറഞ്ഞപ്പോൾ നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്നായിരുന്നു യേശുവിൻ്റെ മറുപടി. എന്തുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ പറഞ്ഞത്? പിതാവിനെക്കുറിച്ചും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും അവിടുത്തെ മക്കളായി മാറുന്നതിനെക്കുറിച്ചുമൊക്കെയാണല്ലോ യേശു പ്രസംഗിച്ചിരുന്നത്. പിതാവിൻ്റെ മകനും മകളുമായിരിക്കുന്നതിൻ്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നതിനും അതിലേക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് യേശു അടയാളങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കാനുള്ള ക്ഷണമായിട്ടാണ് യേശു പ്രഭാഷണങ്ങൾ നടത്തിയതും അത്ഭുതങ്ങൾ ചെയ്തതും. താൻ ആരംഭിച്ചത് തുടരാനാണ് യേശു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. എന്നാൽ അവരുടെ കൂട്ടത്തിൽപ്പെടാത്ത മതിയായ നിർദ്ദേശങ്ങൾ ലഭിക്കാത്ത ഒരാൾ അപ്പോസ്തലന്മാർക്ക് മാത്രമായി നൽകിയ അധികാരത്തോടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടപ്പോൾ യേശു അയാളെ തടയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിലും തന്നോടൊപ്പം നടക്കുകയോ പരിശീലിപ്പിക്കപ്പെടുകയോ ചെയ്യാത്തതുകൊണ്ട് കൃത്യമായ ധാരണ അയാൾക്ക് ഉണ്ടായിരിക്കാൻ ഇടയില്ലെങ്കിലും അയാൾ ചെയ്യുന്നത് ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയാണ് എന്ന ബോധ്യം യേശുവിനുണ്ടായിരുന്നു. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ എന്ന് 1 കൊരിന്തോസ് 12:4-6 പൗലോസ് എഴുതുന്നത് പോലെ പലവിധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രേരണ ദൈവത്തിൽ നിന്നാണെങ്കിൽ, അതിൻ്റെ ഉദ്ദേശ്യം ദൈവമഹത്വമാണെങ്കിൽ ആരെയും മാറ്റി നിർത്തേണ്ടതില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം അയാളെ ശാസിക്കാനോ വിലക്കാനോ യേശു തുനിയാതിരുന്നത്. മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ യേശു തൻ്റെ മറുപടിയിലൂടെ അപ്പോസ്തലന്മാരുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ തിരുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്ന് പറയാം. കാരണം
തങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് യേശുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണ് എന്നൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തമ്മിൽ തർക്കിച്ചിരുന്ന മനുഷ്യരാണിവർ. അവർ സ്വാഭാവികമായും ഇത് ചിന്തിക്കാനിടയുണ്ട്. യേശുവിനെ ജീവിതം കൊണ്ട് അനുഗമിക്കുകയും യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ചെയ്യാൻ ഒരാൾ കൂടി മുന്നോട്ട് വന്നതിൽ അവർ ആഹ്ലാദിക്കുകയല്ല ചെയ്തത്. മറിച്ച് തങ്ങൾക്ക് മാത്രം ലഭിച്ച അവകാശം മറ്റൊരാൾക്കു കൂടി ലഭിച്ചതിൽ അവർ അസ്വസ്ഥരാവുകയാണ് ചെയ്തത്. എന്നാൽ യേശുവിൻ്റെ പേറ്റന്റ് തങ്ങൾക്കു മാത്രമാണ് എന്ന അവരുടെ ധാരണ യേശു നൽകിയ മറുപടിയിലൂടെ തിരുത്തപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനുമൊക്കെ ശേഷം ക്രൈസ്തവരുടെ പീഡകനായിരുന്ന സാവൂൾ പൗലോസായി മാറിയപ്പോൾ തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കാനുള്ള മനോവിശാലത അപ്പോസ്തലന്മാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. തങ്ങൾക്ക് ലഭിച്ച അധികാരത്തെയും അവകാശങ്ങളെയും കാൾ തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ ശുശ്രൂഷയെയും വിലമതിക്കാനായി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഉണ്ട് എന്ന് ലജ്ജയോടെയാണെങ്കിലും നമുക്ക് പറയാതെ വയ്യ. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ എന്ന പദവിയെ പ്രതി യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് അപ്പോസ്തലന്മാർ കരുതിയതുപോലെ ക്രൈസ്തവരെന്ന് പറയാൻ എനിക്കും എന്നെപ്പോലെ ചിലർക്കും മാത്രമേ അധികാരമുള്ളൂവെന്ന് നമ്മളും കരുതിപ്പോകുന്നുണ്ട്. പാരമ്പര്യത്തിൻ്റെയും പിന്തുടർച്ചയുടെയും കിരീടം തങ്ങൾക്കാണ് എന്ന് വാദിക്കാനുള്ള ആവേശവും മേൽത്തരം ക്രിസ്ത്യാനി ആരാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയും നമ്മെ ഭരിക്കുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസികൾക്ക് അകത്തോലിക്കരോടും മറിച്ചുമുള്ള പുച്ഛഭാവവുമൊക്കെ ഇവിടെ പരിഗണിക്കേണ്ട വിഷയം തന്നെ അല്ലേ? മഹനീയമെന്ന് ഞാൻ കരുതുന്ന ക്രിസ്തീയ അസ്തിത്വം എനിക്ക് ലഭിച്ചത് എൻ്റെ യോഗ്യത കൊണ്ടല്ലെങ്കിൽ, അത് നൽകപ്പെട്ടത് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടിയാണെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഞാൻ പെരുമ ഭാവിക്കേണ്ടത്? 1 കൊരിന്തോസ് 12:5 പറയുന്നത് പോലെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെയാണെങ്കിൽ, എല്ലാവരും ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയാണ് മേൽത്തരം ക്രൈസ്തവരും കീഴ്ത്തരം ക്രൈസ്തവരുമെന്ന് പരസ്പരം വിലയിരുത്താനോ വിളിക്കാനോ ഒക്കെ നമുക്ക് കഴിയുന്നത്? യേശു ദൈവമെന്ന പിതാവിൻ്റെ മകനായി ജീവിക്കുകയും മക്കളാകാൻ മനുഷ്യരെ ക്ഷണിക്കുകയും ചെയ്തു. അതേ നിയോഗം തന്നെയാണ് യേശു നമ്മയും ഏൽപ്പിച്ചിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ അത് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കുമുള്ള സാധ്യതയാണ്. ഇതിൽ ചിലർക്ക് മാത്രം എങ്ങനെയാണ് അധികമായ അവകാശം ലഭിക്കുന്നത്? ആരും എന്നെക്കാളും വലുതോ ചെറുതോ അല്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. മാത്രമല്ല, മറ്റൊരാളുടെ പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമുക്കാരെയും വിധിക്കാനും കഴിയില്ലല്ലോ. എന്നാൽ യേശു ഏൽപ്പിച്ച ദൗത്യത്തെ മറന്നു പോകുമ്പോഴാണ് നമ്മൾ സ്വയം അഭിമാനിക്കാനും മറ്റുള്ളവരെ അകറ്റി നിർത്താനുമൊക്കെയുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത്. ജീവിതത്തിൻ്റെ നിയോഗം മറന്നു പോവുകയെന്നാൽ ഞാൻ ദൈവത്തിന് ആവശ്യമില്ലാത്തയാളായി മാറുകയാണല്ലോ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നതിന് കാരണം കണ്ടെത്തണം. അപ്പോൾ മറ്റുള്ളവർക്കും എന്നെപ്പോലെ ജീവിച്ചിരിക്കാൻ ഒരു കാരണവും പൂർത്തിയാക്കാൻ ഒരു നിയോഗവും ഉണ്ടെന്ന് തിരിച്ചറിയാനാവും. അപ്പോൾ അവരെയും ആദരിക്കാനും വിലമതിക്കാനും കഴിയും. ജീവിത നിയോഗം കണ്ടെത്താനും അതിന് മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വിളി തിരിച്ചറിയുന്നതിനും മറ്റുള്ളവരുടെ വിളിയെ വിലമതിക്കുന്നതിനും എനിക്ക് കഴിയട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.